കേരള ബ്ലാസ്റ്റേഴ്സിനോട് നിനക്കൊന്നും സ്നേഹമല്ലടാ, നിനക്ക് വെറും ഫേക്ക് ഫാനാടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള സ്നേഹം മൊഹബത്തൊക്കെ പഠിപ്പിക്കാൻ ഒരു പുതിയ മച്ചാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ആള് ജേർണലിസ്റ്റ് ആണെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ആ വീഡിയോ ഞാൻ ആദ്യം ഇവിടെ കാണിക്കാം, ഓക്കെ? എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. I have a message for Kerala Blasters fans. I don't think you love your club. Because if you loved your club, you would show up in numbers when the club needs you the most. I'm recording this after the Kerala Blasters lost 1-0 to Chennai FC in the Indian Super League at the Jawaharlal Nehru Stadium in Kochi. This is the fourth straight defeat for the Kerala Blasters and a third straight one at their home ground. I was one of the people who was in attendance at this ground today, and there were less than 6,500 fans today. In the last match, there were less than 8,000 fans. Every match, the number of fans keeps going down. And mind you, this is a 50,000 capacity stadium. So just imagine 6,500 people scattered across in this huge stadium. Doesn't look good, does it? Agreed, the Kerala Blasters are not winning any matches. They are on 0 points from 4 matches, and that's not a good thing. They just have scored 1 goal in 4 games. Yes, they must improve. But at the same time, it is the duty of the fans to support them, to back them when they need you the most. This is an appeal to all the Kerala Blasters fans. Support your team, back them, because now they need you the most. I bow to the fans who turned up in numbers today and in the last match, because they are the loyal fans. This is a club that has millions of followers worldwide. Yet, now supporting a club means to support them through thick and thin. Not just when they are winning all the matches, but even when they are losing, they are not winning a single game. That's what it means to be a fan. അപ്പോ വീഡിയോ കണ്ടിട്ട് അങ്ങനെ മനസ്സിലായില്ലേ? നിങ്ങൾ റിയൽ ഫാനല്ല. പുള്ളിക്കാരൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ടീമിനെ കൊല്ലം സപ്പോർട്ട് ചെയ്യണില്ല. 50,000 കപ്പാസിറ്റി ഇല്ല നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില്. ഇപ്പോ 6,000 5,000 ആളുകളൊക്കെയാണ് വരുന്നത്. അതൊരു സത്യമാണ്. ആസ് എ ഫാൻ എന്ന രീതിയിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ടീമിന്റെ വിജയം. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാവുന്ന എല്ലാ ക്രൈസിസിനും ഒറ്റ കാരണമുള്ള മാനേജ്മെന്റ് അല്ലാതെ അവിടെ ആരെ പറയാനാണ്? നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ് ഇല്ല, അത്രയും ഒരു അടിപൊളി കോച്ചിന്റെ അടിപൊളി ടീം, ഈ ISL ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ടീം, എല്ലാ കൊല്ലം പ്ലേ ഓഫിലും സെമി ഫൈനലും കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിനെ ഇത്തരത്തിലാക്കിയത് ആരാ? എല്ലാ ടീമും പേടിക്കുന്ന ഒരു കോച്ചും ഒരു ഫുൾ സ്ട്രെങ്ത് ടീമും നമുക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് അതിനെ തകർത്തെറിഞ്ഞത് ആരാ? നമ്മുടെ മാനേജ്മെന്റ്. ഇവാൻ വുക്കുമോനോവിച്ച് കളിച്ച 3 സീസണിൽ, ഒരു സീസണിൽ ഫൈനല്, 2 സീസണിൽ പ്ലേ ഓഫ്. കേരളത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു കോച്ച് ഇങ്ങനെ ആട്ടിയിട്ടുണ്ടോ? എന്നിട്ട് എനിക്ക് പുള്ളിക്കാരൻ പൈസക്ക് വേണ്ടിയിട്ടല്ലേ കളിച്ചത്. പാഷൻ, ഈ ജനതയോടും നമ്മുടെ ക്ലബിനോടുള്ള സ്നേഹം, പാഷൻ, നമ്മൾ കൊടുക്കുന്ന ഒരു ആ ഒരു സ്നേഹം ഉണ്ടല്ലോ പുള്ളിക്കാരന്, അത് ഇനി വേറൊരു ക്ലബിനെ പുള്ളിക്കാരൻ മാനേജ് ചെയ്യൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും ഒരു നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ച്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കോച്ച് ഉണ്ടായി. ആ കോച്ചിനെ ഒഴിവാക്കിയ ഒരു മാനേജ്മെന്റ്. അതുപോലെ തന്നെ ലൂണ, നോവ, പിന്നെ അതുപോലെ തന്നെ ഡയമണ്ടാഗോസ്, പെരേരഡേസ്, സഹൽ അബ്ദുൾ സമദ്, ഗില്ല്, ഇങ്ങനെ നമ്മളെ സ്റ്റാർ പ്ലേയേഴ്സ്, ISL ബെസ്റ്റ് സ്റ്റാർ പ്ലേയേഴ്സ് നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവന്മാരൊക്കെ പൈസക്ക് പുറത്തേക്ക് വിറ്റൊരു ടീം, എനിക്ക് വിറ്റൊരു ടീം എന്ന് പറയാൻ പറ്റില്ല മാനേജ്മെന്റ്. വേറെ ഏതെങ്കിലും ISL ക്ലബ്ബ് നിങ്ങൾ കാണും? ഇപ്പൊ നമ്മൾ ടോപ്പ് ക്ലബ്ബ് എടുത്താൽ മോഹൻ ബഗാന്, അതുപോലെ തന്നെ ബംഗളൂരു FC, പിന്നെ ഇപ്പോ ജംഷഡ്പൂര്, പിന്നെ ഗോവ, ഇവരാരെങ്കിലും ഇങ്ങനെ കാട്ടോ? ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് ഇങ്ങനെ കാട്ടോ? ഗൈസ്, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഈ ഒരു മാനേജ്മെന്റിന് പൈസ മാത്രം മതി. ഓക്കെ, ഇവർക്ക് നമ്മളെ ക്ലബ്ബ് ഒരു പ്ലേ ഓഫ് എത്തണമെന്നോ, സെമി ഫൈനൽ എത്തണമെന്നോ, ഫൈനല് കപ്പടിക്കണമെന്നോ ഒരു ആഗ്രഹമില്ല. നമ്മളെ പ്രതിഷേധം എന്ന് പറയുന്നത്, നമ്മളൊരിക്കലും നമ്മളെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിനെ പറ്റിയോ ഒന്നുമല്ല പറയണേ. ടീം തോൽക്കുന്നുണ്ടെങ്കിൽ അതിന് മാനേജ്മെന്റ് ആണ് കാരണം. മാനേജ്മെന്റിന്റെ റോങ് ഡിസിഷൻസ് ആണ് ഈ ഒരു ടീമിനെ ഇന്നത്തെ ലെവലിൽ എത്തിക്കുന്നത്. മൂപ്പര് പറഞ്ഞ മാതിരി തന്നെ ഈ സീസണിൽ കളിച്ച 4 കളിയും തോറ്റു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഹോമിലെ 3 കളിയും തോറ്റു. ശരിയാണ്, തോറ്റു. കാരണം എന്താ? മാനേജ്മെന്റ് എന്തിനാണ് ഈ പ്ലേയേഴ്സിനൊക്കെ വിറ്റത്? നമുക്ക് ഒരു കോർ ടീമില്ല. ഓരോ സീസൺ വരുമ്പോൾ ഒരു പുതിയ ടീമാണ്. ഈ ഒരു ടീം ഒന്ന് അഡാപ്റ്റ് ആയി വരുമ്പോഴത്തേക്കും സീസൺ അവസാനിക്കാണ്. എന്നിട്ട് ഇവരിതിൽ ആരെങ്കിലും നല്ല പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വേറെ ISL ക്ലബ്ബുകൾ അവർക്ക് ഓഫർ വെക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് സാലറി കൂട്ടി ചോദിക്കുമെന്ന് പറയും. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്ത്യയിൽ വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ മോശമാണ്. അപ്പൊ ബെറ്റർ ക്ലബ്ബുകൾ ചോദിക്കുമ്പോൾ അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇഷ്ടമല്ലോ നിൽക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഫോറിൻ പ്ലേയേഴ്സ് ഒക്കെ അവര് വേറെ ക്ലബ്ബുകളിലേക്ക് പോകും. അത് സ്വാഭാവികമാണ്. അവരുടെ കരിയർ ഗ്രോത്ത് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. പിന്നെ ചില പ്ലേയേഴ്സ് ഉണ്ടാവും നമ്മളോട് ഇഷ്ടമുള്ള പ്ലേയേഴ്സ്, അവര് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും. അപ്പൊ അങ്ങനെ ആകുമ്പോ ഒരു പൈസ കൂട്ടി കൊടുക്കാതിരിക്കുക മോശം കാര്യം, വളരെ മോശം. ഇത് ഈ ഒരു മാനേജ്മെന്റ് സത്യം പറഞ്ഞാൽ എത്ര ആളിപ്പോ കളിയാറുണ്ട്? എന്ത് തേങ്ങനെ ഇവിടുത്തെ മാനേജ്മെന്റ് കാട്ടണേ? എത്രയാനും വീഡിയോ ആണ് മാനേജ്മെന്റ് എത്ര വരുന്നത്? വേറെ ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് ഇങ്ങനെ വരലുണ്ടോ? കൂടുതൽ കപ്പടിക്കണമെന്നോ എന്നൊന്നും പറയണില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഇവന്മാര് ചെയ്യണോ ഡായ്പാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതാണ്
പക്ക ഉടായ്പ മാനേജ്മെന്റ്. കളി കാണാനുള്ള മൂടന്നെ ഇപ്പൊ ശരിക്കില്ല. പക്ഷെ എന്താ വെച്ചാൽ ആ ടീമിനോടുള്ള ഇഷ്ടമാണ് ഇപ്പോഴും എന്താണ് ആ കളി കാണാനുള്ള ത്വര ഉണ്ടാക്കുന്നത്. അതിപ്പോ ഈ ഒരു ഉണ്ടമ്പൂരി മാനേജ്മെന്റ് വന്നോണ്ടല്ല, അത് നമ്മൾ പണ്ട് മുതൽ ആ ടീമിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. എന്നിട്ട് ഈ മച്ചാന് വന്നിട്ട് നമ്മളെ സ്നേഹം പഠിപ്പിക്കുക. നമ്മളവിടെ പോയാലും ഇനി ഏതായാലും ഈ സീസണിൽ ഇനിയിപ്പോ ഏതായാലും ഒന്നും ആവില്ലല്ലോ. ഈ സീസണിൽ ഏതായാലും പ്ലേ ഓഫ് കാര്യങ്ങളൊന്നുമില്ല, ആകെ ലീഗ് ഡേറ്റിലാണ്. അപ്പോൾ ഈ സീസണിൽ ഇനിയിപ്പോ ഏതായാലും ഒന്നും ആവില്ല. ഇവന്മാര് നമ്മൾ പ്രതികരിക്കാതിരുന്ന ഇവന്മാര് ഇത് പഠിക്കൂല. അത് ഫാൻസ് ആദ്യം മനസ്സിലാക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. റിയൽ മാഡ്രിഡ് ഈ ഒരു സീസണിൽ കോപ്പ ഡെൽറേയുടെ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ തോറ്റു ബാസക്കെതിരെ. അത് കഴിഞ്ഞിട്ട് അടുത്ത കളി അവർ കോച്ചിനെ പുറത്താക്കി, സാബി അലൻസിനെ പുറത്താക്കി. അടുത്ത കളി കോപ്പ ഡെൽറേയുടെ ഒരു റൗണ്ട് ഓഫ് 60 മാച്ച് സെക്കൻഡ് ഡിവിഷൻ ടീമിനേറ്റ്, അതിലും റയലും പൊട്ടി. അടുപ്പിച്ച് 2 കളികളിൽ കപ്പ് കോമ്പറ്റീഷനിലെ കളികളിൽ റയലും പൊട്ടി. അടുത്ത കളി സാന്റിയാഗോ പറഞ്ഞ പോലെ 83,000 ആളുകളില്ല ഒരു തിങ്ങ് നേരിടുന്ന ഗ്രൗണ്ടിൽ. ഫുള്ള് പ്രതിഷേധം. നമ്മുടെ ഈ കാണുന്ന മാറ്റമൊന്നുമില്ല, കട്ടക്ക് പ്രതിഷേധം. ഫുള്ള് ഫ്ലെക്സും കാര്യങ്ങളും പിടിച്ച് പ്ലേയേഴ്സിനെ പന്തെടുക്കുമ്പോൾ അവരിങ്ങ് കൂവി വിളിക്കുക. അത്തരത്തിലുള്ള പ്രതിഷേധം നടത്താനുള്ള ടീമുകളുണ്ട്. കാരണം ഇത് ആലോചിക്കുക, റിയൽ മാഡ്രിഡ് പോലത്തെ ക്ലബിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോ റയൽ വെറും 2 കളി തോറ്റപ്പോഴാണ് ഇങ്ങനത്തെ അവസ്ഥ. നമ്മൾ എത്ര കളി തോൽക്കുന്നുണ്ട്? നമ്മൾ പറയും ഏഷ്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാൻ ഗ്രൂപ്പ് നമ്മളുടെയാണെന്ന്. ഒരു രീതിയിൽ നോക്കിയാൽ ശരിയാണ്. അപ്പോ എന്താന്ന് വെച്ചാൽ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ പ്രതിഷേധിക്കണം. റിയൽ മാഡ്രിഡ് പോലെ ലോകത്തെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് അവരുടെ ഫാൻസ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നടത്തിക്കൂടാ? നമ്മുടെ ഏഷ്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫാൻസ് അല്ലേ, നമുക്ക് എന്തുകൊണ്ട് നടത്തിക്കൂടാ? ഓക്കെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഈ ടീമിലെ പ്ലേയേഴ്സിനെതിരെയല്ല. പ്ലേയേഴ്സ് എന്താണെന്ന് വെച്ചാൽ അവര് ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണമല്ലോ, ടീം എടുക്കും പുതിയ പ്ലേയേഴ്സ് ആകുമ്പോൾ. പക്ഷെ എന്താ വെച്ചാൽ ഇത് 1-2 പ്ലേയേഴ്സ് എന്നല്ല പുതിയ സ്കോർക്ക് ആഡ് ആക്കണം. ഒരു നമ്മളിപ്പോ ഈ സൂപ്പർ ലീഗ് കേരളമൊക്കെ കാണാൻ മതി, ഒരു സീസൺ കഴിയുമ്പോൾ അവരുടെ പുതിയ ടീമാണ്. അത് ആലോചിക്കണം, അത്രത്തോളം മോശമാണ്. കാരണം പൈസ കിട്ടാന്ന് കണ്ട ഇല്ലതൊക്കെ വിൽക്കുക, അങ്ങനത്തെ ഒരു മൈത്താണ്ട് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോ മാനേജ്മെന്റ് വെറും പൈസക്ക് വേണ്ടിയിട്ടില്ല മാനേജ്മെന്റ്. നമ്മുടെ ഫാൻസിന്റെ ഒരു പൾസ് അറിയണ മാനേജ്മെന്റ് ഇല്ല ഇവിടെ. ഇനി ഇതില് ഇവർക്ക് ഭയങ്കര ലാഭിക്കാരം, എത്ര അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ വരണേ. ഇന്ത്യയിൽ തന്നെ ഇപ്പോ മോഹൻ ബഗാനൊക്കെ കഴിഞ്ഞാൽ ഫാൻസിന്റെ കാര്യം നോക്കുകയെങ്കിൽ നമ്മളെ ഭയങ്കര ഫാൻസ് ഉള്ളതാ. ഓക്കെ, അപ്പോ ഇത്തരത്തിലാണ് നമ്മളെ ക്ലബിന്റെ അവസ്ഥ. എന്നിട്ടാണ് ഈ ഇവന്മാര് വന്നിട്ട് നമ്മളെ ക്ലബിനോടുള്ള സ്നേഹം പഠിപ്പിക്കണേ. ഓക്കെ, അപ്പോ റമദാൻ മാസമാണ്, ഞാൻ നോമ്പെടുത്തിക്കുന്ന സമയമാണ്. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ നോമ്പ് ശരിയാവുക വെച്ചറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കണം. ഏതായാലും ഇവന്മാരെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, സത്യസന്ധമായ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാം.